ഇൻഫ്ലേഷൻ എന്താണെന്ന് ഒരു ഇൻവെസ്റ്ററെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ? എന്നാൽ ഗവൺമെന്റ് ഇൻഫ്ലേഷൻ എങ്ങനെയാണ് അളക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നറിയാമോ? അതറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തേക്ക്. ഇൻഫ്ലേഷൻ കണക്കാക്കാൻ ഗവൺമെന്റ്സ് രണ്ട് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് PPI അഥവാ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, രണ്ട് WPI അഥവാ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഹോൾസെല്ലേഴ്സിന് കമ്മോഡിറ്റി എന്ത് വിലക്കാണ് കിട്ടുന്നതെന്ന് WPI നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രൊഡ്യൂസർ കമ്മോഡിറ്റി എന്ത് വിലക്കാണ് നിർമ്മിക്കുന്നത് എന്ന് PPI നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ലോകത്തുള്ള ഭൂരിഭാഗം രാജ്യങ്ങളും PPI നോക്കിയാണ് ഇൻഫ്ലേഷൻ കണക്കാക്കുന്നത്. അതാണ് ബെറ്റർ ഓപ്ഷൻ എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. കാരണം PPI നോക്കിയിട്ട് ഇൻഫ്ലേഷനെ വളരെ നേരത്തെ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഇന്ത്യ ഇന്നും WPI ആണ് ഇൻഫ്ലേഷൻ കണക്കാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ ഉടനെ PPIയിലേക്ക് മാറാൻ പോവുകയാണ്. അതിന് റോഡ് മാപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി 2019 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് കമ്മീഷനെ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് തയ്യാറാക്കി ചുമതലപ്പെടുത്തിയത്. അവർ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഉടനെ നമ്മുടെ രാജ്യം WPIയിൽ നിന്ന് PPI